ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുന്ദാ കിച്ചൻ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു നേന്ത്രപ്പഴം കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു കിടിലം ജ്യൂസിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഈ ഡ്രിങ്ക് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത പഴം തന്നെ എടുക്കണം. അതിനെ ഇനി തൊലി കളഞ്ഞ ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഇവിടെ പഴം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ പഴം ഇവിടെ നല്ലതുപോലെ അരിഞ്ഞ ശേഷം നമുക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ അരച്ചെടുത്തുകൊണ്ട് വരാം. ഞാൻ ഇവിടെ പഴം നല്ലതുപോലെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗളിലേക്ക് 1 കപ്പ് റാഗിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് നല്ലതുപോലെ കട്ടകളില്ലാതെ കലക്കിയെടുക്കണം. ഞാൻ ഇവിടെ ആദ്യം 1 കപ്പ് വെള്ളം ഒഴിച്ചാണ് അത് കട്ടകളില്ലാതെ കലക്കിയെടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതിവിടെ നല്ലതുപോലെ കലക്കിയെടുത്തിട്ടുണ്ട്. നമ്മളിതുപോലെ ഒരു വിസ്ക് വെച്ച് കലക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ കട്ടകളില്ലാതെ കലക്കിയെടുക്കാൻ പറ്റും. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഞാൻ അടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം നമുക്ക് അടുപ്പിൽ വെച്ച് അതിനെ നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ തീ കുറച്ച് വെച്ച് വേണം കുറുക്കിയെടുക്കാൻ, കാരണം അല്ലെ പെട്ടെന്ന് തന്നെ അടിക്ക് പിടിച്ച് പെട്ടെന്ന് വെന്ത് വരില്ല കേട്ടോ. നമ്മൾ വേവാതെ തന്നെ അത് കട്ട പിടിച്ച് കിട്ടും. അതുകൊണ്ട് നമ്മൾ തീ കുറച്ച് വെച്ച് വേണം അതിനെ കുറുക്കിയെടുക്കുക. അപ്പോൾ നല്ലതുപോലെ വെന്ത് കിട്ടും. അപ്പോൾ ഇത് തിളച്ചൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ആ പഴവും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നല്ലതുപോലെ കുറുക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ആ പഴവും കൂടി നല്ലതുപോലെ വെന്ത് കിട്ടും. ഇതിവിടെ ചെറുതായിട്ട് കുറുകി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഇത്തിരി കൂടെ ചെറുതായിട്ടൊന്ന് തീ കൂട്ടി കൊടുത്ത് നല്ലതുപോലെ കുറുക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ പഴവും അതുപോലെ തന്നെ റാഗിപ്പൊടി നല്ലതുപോലെ കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ നല്ലതുപോലെ ചൂടാറാൻ വേണ്ടി നമുക്ക് മാറ്റി വയ്ക്കാം. നല്ലതുപോലെ തണുത്ത ശേഷം മാത്രം നമുക്കിത് മിക്സിയിലെ ജാറിലിട്ട് അടിക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. വലിയ ജാർ തന്നെ എടുക്കണം. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു റാഗിയും പഴവും മിക്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം കുറവ് വേണമുള്ളവർക്ക് കുറവ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 സ്പൂൺ അളവിൽ മിൽക്ക് മേഡും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇവിടെ മിൽക്ക് മേഡ് ചേർത്തിട്ടുണ്ട്. ഇനി പാലും കൂടി ചേർത്ത് നല്ലതുപോലെ അരച്ചെടുത്തതാണ്. ഇനി ഞാൻ ഇവിടെ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നല്ല സ്വാദിഷ്ടമായ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ പഴവും റാഗിയും കൊണ്ടുള്ള ഡ്രിങ്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.